ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള ഒരു SUVയുടെ കൂടെയാണ് നമ്മളുള്ളത്. അതാണ് ലംബോർഗിനി ഉറൂസ്. ഏകദേശം 3 കോടി 10 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് കൂടുതൽ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണ് പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്നുള്ളത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിതാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ്സും അതുപോലെ തന്നെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതും ഒക്കെ തന്നെയാണ് നമ്മളെ കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഊർജ്ജം തരുന്നത്. അപ്പം ലൈക്ക്, അതായത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. അതിനൊക്കെ ഓപ്ഷൻ താഴെയുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മളുടെ എനർജി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ലംബോർഗിനി ഉറൂസ് നമ്മൾ കണ്ട സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ ഡിസൈൻ മികവാണ്. ഈ ഒരു ലോഗോ, അതായത് ലംബോർഗിനിയുടെ ഈ ഒരു ലോഗോ മറച്ചു പിടിച്ചാൽ പോലും ഇതൊരു ലംബോർഗിനി വാഹനമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈൻസ്, അതുപോലെ ഈ ഒരു ക്യാരക്ടറിസ്റ്റ്, അതെല്ലാം തന്നെ പല ലംബോർഗിനി വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും, പിന്നെ സൈഡ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാലും ഒക്കെ തന്നെയും ആ ഒരു ആംഗിൾസും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ലൈൻസും ബോഡി ലൈൻസും ആ ഒരു ബോഡിയുടെ ഷാർപ്പ് ലുക്കും എല്ലാം തന്നെ ഒരു തികഞ്ഞ ലംബോർഗിനി വാഹനമായിട്ട് തന്നെയാണ് ഈ വാഹനത്തെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഒരു സ്പോർട്സ് സെഡാനോട് തുല്യമായിട്ടുള്ള ഏകദേശം 2200 കിലോഗ്രാം വെയിറ്റ് മാത്രമാണ് ഈ വാഹനത്തിനുള്ളത് എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം ഈ വാഹനത്തിൻ്റെ ടയറാണ് എന്ന് പറയേണ്ടി വരും. 21 ഇഞ്ച് മുതൽ 23 ഇഞ്ച് വരെയുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുള്ള വലിയ മാസീവായിട്ടുള്ള ടയറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 23 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് R23 എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ 285/35 എന്ന് പറയുന്ന സൈസിലാണ് ഫ്രണ്ട് ടയർ വരുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമ്മൾ 285 ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് 325 എന്ന് പറയുന്ന സൈസിലാണ്, 325/30. അതായത് ലംബോർഗിനി വാഹനങ്ങളിൽ എപ്പോഴും കാണുന്ന ആ ഒരു ഡ്രൈവ് ഡൈനാമിസം നല്ല രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി 2 പ്രൊഫൈൽ ടയറുകളാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് 23 ഇഞ്ചിൻ്റെ ടയർ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ടയറാണെന്ന് പറയാം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വലിയ കാര്യം എന്നുള്ളത് നമ്മളുടെ ബ്രേക്കാണ്. ബ്രേക്ക് കാലിപ്പേഴ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഈ വാഹനത്തിൻ്റെ പകുതി ഭാഗത്തെയും കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക് കാലിപ്പറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 10 പിസ്റ്റൺ ബ്രേക്കാണ്. നമ്മൾ നേരത്തെ പല വാഹനങ്ങളിലും ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ബ്രേക്ക്. ഈ ബ്രേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 440 മില്ലിമീറ്ററോളം ഡയമീറ്റർ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിനുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 340ഓളം ഡയമീറ്റർ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഉറൂസ് എന്ന് പറയുന്ന വാഹനത്തെ 0 സ്പീഡിലേക്ക് എത്തിക്കാൻ 33.7 മീറ്റർ മാത്രം സ്ഥലം ഈ വാഹനത്തിന് മതി എന്നുള്ളതാണ് ഈ ബ്രേക്കിൻ്റെ പ്രത്യേകത. നിലവിൽ വാഹന ലോകത്തെ വാഹനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതും ഉറൂസിനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഫെറാറി, മക്ലാൻ പോലെയുള്ള മറ്റു സ്പോർട്സ് വാഹന നിർമ്മാണ കമ്പനികളൊക്കെ തന്നെയും ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ ഔട്ട്സോഴ്സ് ചെയ്യണം, അതായത് വേറെ കമ്പനികളിൽ നിന്ന് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ ലംബോർഗിനി സ്വന്തമായിട്ട് തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സിന് ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ലംബോർഗിനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. രസകരമായിട്ടുള്ള ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞു, അധിക ഡിസ്പ്ലേകൾ വന്ന് പറഞ്ഞു, നേരത്തെ കണ്ട ലംബോർഗിനി വാഹനങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാവുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡുകളാണ്. ഈ വാഹനത്തിനകത്ത് 7 ഡ്രൈവ് മോഡുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാം സ്ട്രാഡ, അതുപോലെ തന്നെ സ്പോർട്ട്, കോസ, സാബിയ, ടെറ, നേവ് എന്ന് പറഞ്ഞിട്ട് 6 ഡ്രൈവ് മോഡുകൾ കാണാം. ഇതിൽ 3 എണ്ണം നമുക്ക് ഓൺ റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ 3 എണ്ണം നമുക്ക് ഓഫ് റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. സ്ട്രാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റോഡ്, അതുപോലെ തന്നെ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അജൈൽ, അതുപോലെ കോഴ്സ എന്ന് പറഞ്ഞാൽ ട്രാക്ക്, നേവ് എന്ന് പറഞ്ഞാൽ സ്നോയിൽ ഓടിക്കുന്നത്, ടെറ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ്, അതുപോലെ തന്നെ സാബിയ എന്ന് പറഞ്ഞാൽ സാൻഡ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷനുകളിൽ ഓടിക്കാൻ പറ്റുന്ന മോഡുകളാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ 7ാമത്തെ ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഈഗോ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് പേഴ്സണലൈസ്ഡ് ഡ്രൈവ് മോഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെയും സസ്പെൻഷൻ്റെയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഡ്രൈവ് മോഡ് അടക്കം 7 ഡ്രൈവ് മോഡുകൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണ ഒരു ലംബോർഗിനി വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 ഡ്രൈവ് മോഡുകൾ അധികം ഈ വാഹനത്തിനകത്തുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? ആരെയും അത്ഭുതപ്പെടുത്തും, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഡോർ പാനലിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഡബിൾ ഭാഗം. അതായത്
2 ഗ്ലാസ്സുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം എന്നുള്ളത് കുറച്ചുകൂടി ക്വാളിറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനാണ്. ഇത് നമ്മൾ അത്ഭുതപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകൾ മാത്രം കൊടുത്തിരുന്ന ലംബോർഗിനി ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത് ഒരു ടർബോ ചാർജർ V8 ആണ്. സ്വാഭാവികമായിട്ടും ടർബോ ലാഗ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും 650 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 850 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു V8 എഞ്ചിൻ അടിപൊളിയല്ലേ? 8 സ്പീഡ് ഓട്ടോമാറ്റിക്കോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എന്ന് തന്നെ പറയാം. വെയിറ്റ് കുറക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ റിവ്യൂ വീഡിയോയിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമ്മളൊരു 5 കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6-7 കാര്യങ്ങളോളം നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കൂടുതലുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ഒരിക്കൽ ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഇതിനെ ഇഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ് ഈ ക്യുക്കസ്റ്റ് SUVയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അത്ഭുതപ്പെടുത്തിയ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.